ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. സോ ഇന്ന് കുറച്ച് അപ്ഡേറ്റുകൾ, ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ, പരിപാടികളൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലായതുകൊണ്ട് മഴ, തകർത്തടിച്ച മഴ, കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവുക, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് കുറേ അപ്ഡേറ്റുകൾ എന്താ പറയുക ഇച്ചിരി ലേറ്റ് ആവുന്നത്. ഓക്കെ, എനിവേ നമ്മളെന്നാലും മിസ്സാക്കില്ല. ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ അത് എത്ര തന്നെ മഴയാണെങ്കിലും കാറ്റാണെങ്കിലും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ് ഞാൻ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് തന്നെ മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യട്ടെ. നമ്മളൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവർക്കും അറിയാം നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ എന്തായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നതിനെ തുടർന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പി ആർ 5 years നിന്ന് 10 yearsലേക്ക് ആകാൻ പോകുന്നു എന്നുള്ള കാര്യം ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയുക ആശങ്കയിലായിട്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പോൾ എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ വർക്ക് വിസയിൽ നിൽക്കുന്ന ഏകദേശം 1.5 million ആളുകളുണ്ട്. ഓക്കെ, ഇവരെല്ലാവരും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അതേ തുടർന്ന് നമ്മളൊരു ക്യാമ്പയിൻ നടത്തി, പെറ്റീഷൻ കൊണ്ടുവന്നു. പെറ്റീഷൻ എല്ലാവരും ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ എംപിമാർക്ക് ഇമെയിൽ അയച്ചു. ഒരുപാട് പേരുടെ റിപ്ലൈ കിട്ടി. ഇതൊക്കെ പോസിറ്റീവാണ്. ഞാൻ ഈ അപ്ഡേറ്റ് എന്താ പറയുക റെഗുലറായിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ കാര്യങ്ങളിങ്ങനെ പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ ഡെയിലി ചെയ്യാനും ഞാൻ റെഡിയാണ്, നിങ്ങളെ ഡെയിലി ഇതിൻ്റെ അപ്ഡേറ്റ്സ് എത്തിക്കാനും റെഡിയാണ്. പക്ഷേ വെറുപ്പിക്കണ്ടെന്ന് മാത്രം വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് എംപിമാർ പോസിറ്റീവായിട്ടുള്ള മെയിലുകളാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതൊരു നിയമമായിട്ടില്ല, ഇതാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്, ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളിതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോഴും എൻ്റെ അടുത്ത് എവിടെ ചേട്ടാ മെയിൽ അയക്കേണ്ടത്, എങ്ങനെ അയക്കേണ്ടത്, നമ്മുടെ താഴത്ത് ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ആക്കി ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അലവലാദികൾ ഇത് വരണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തിനാണ് അവന്മാരെയും കൂടി അതിനകത്ത് ഇട്ടിട്ട് ഞങ്ങളെ മടിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാനതിങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇമെയിൽ അയക്കാനുള്ള ഫുൾ ഡ്രാഫ്റ്റ് ചെയ്ത ഇമെയിലിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, ഇമെയിൽ ഐഡികൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു ഡിസിഷൻ വരുന്നവരെയും തുടർന്നു കൊണ്ടേയിരിക്കും. ഇനിയും നമ്മൾ വിശ്രമിക്കാൻ സമയമായിട്ടില്ല. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റീഷൻ 1,00,000 സിഗ്നേച്ചേഴ്സ് വേണമായിരുന്നു നമുക്കിത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യിപ്പിക്കാനായിട്ട്. അന്ന് നമ്മുടെ എഡ് കൂപ്പർ ഹോം സെക്രട്ടറി ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നിന്ന സമയത്ത് നൈസായിട്ട് ആ ഒരു ടോപ്പിക്ക് ഒഴിഞ്ഞു മാറി. ഇപ്രാവശ്യം അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പെർട്ടിക്കുലർ ടോപ്പിക്. സോ ഈ ടോപ്പിക്കിനകത്ത് നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എംപിമാർ പാർലമെൻറ്റിൽ ഈ ഒരു കാര്യം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തും ഹോം സെക്രട്ടറിയുടെ അടുത്തും ഈ കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടി, ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരും ചെയ്ത ഇമെയിലുകൾ അത് വർക്കായി എന്നുള്ളത് തന്നെയാണ് അതിന് ഉത്തരം. കാരണം നിങ്ങളുടെ ആ ഏരിയയിലുള്ള എംപിമാർക്ക് ഇത് അയച്ചപ്പോൾ എംപിമാർക്ക് ഒന്നല്ല ഒരുപാട് ഇമെയിലുകൾ പോയിപ്പോൾ തീർച്ചയായിട്ടും അവർ കൺസിഡർ ചെയ്തു. ലേബർ പാർട്ടിയുടെ എംപിമാരുൾപ്പെടെ അത് കൺസിഡർ ചെയ്തു, അത് ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒഴിഞ്ഞു മാറാം സുഖമായിട്ട് അവർക്ക് വേണമെങ്കിൽ. ഇത് കണ്ടില്ല എന്ന് വെക്കാം. പക്ഷേ ഇവിടുത്തെ എംപിമാർ അത് റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്തത് വലിയൊരു വിജയം തന്നെയാണ്. 1. 2, നമ്മളുടെ സിഗ്നേച്ചേഴ്സ് അത് 1,00,000 കടന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുവാണ്, തീർന്നിട്ടില്ല. ചിലപ്പോൾ ഒരു പെറ്റീഷന് പകരം 2-3 പെറ്റീഷൻസ് നമുക്ക് ഇടേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒരു പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ വീണ്ടും നമുക്ക് പെറ്റീഷൻ ഇടേണ്ടി വരും. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇത് നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചെറിയ ചെറിയ സംഭാവനകൾ, ഈ പറഞ്ഞ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, സിഗ്നേച്ചേഴ്സ് ശേഖരിക്കുക, നിങ്ങൾക്ക് അറിയുന്നവരോ അറിയാത്തവരോ വഴി കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡ് വരട്ടെ. അവർ ചിലപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരെയും പിടിച്ച് സൈൻ ചെയ്യിപ്പിച്ചേക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആരും വിടരുത്. പല കാര്യങ്ങൾ പറയും, പക്ഷേ നമ്മൾ മാറരുത് ഒന്നുള്ളൂ. അപ്പോൾ പോസിറ്റീവായ ന്യൂസ്, നമ്മുടെ കാര്യം പാർലമെൻറ്റിൽ സംസാരിക്കാൻ പോകുന്നു. സോ ഗൈസ്, അപ്പോൾ എല്ലാം ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഗുഡ് ന്യൂസിലേക്ക് കിടക്കാം.
തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവർ കുറേയധികം ജോബുകളെ എടുത്തു മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ അവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യം IT, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ മേഖലകൾ പുറത്തുനിന്ന് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തും എന്നുള്ളത്. അതിലിപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കേസത്ത് ഏകദേശം തീരുമാനമില്ല. കേസത്തിന് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ കെയറേഴ്സിൻ്റെ ആണെങ്കിൽ പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ബാൻ ചെയ്തു. അതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ള 2 കാര്യമാണ് IT ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ 2024 അധികാരത്തിൽ വന്നപ്പോൾ ഇവർ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ അടുത്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ റിവ്യൂ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള, നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന്. അതിനകത്ത് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ IT ആൻഡ് എഞ്ചിനീയറിംഗ് ഇപ്പോൾ തന്നെ ഓവറായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓവറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകളിലില്ല, ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ഇമിഗ്രേഷൻ ഇതിനകത്ത് വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ട് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി ഫിക്സ് ചെയ്യേണ്ട ഒരാവശ്യം അതിനകത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IT ആൻഡ് എഞ്ചിനീയറിങ്ങിൽ ഒരു നിയമമാറ്റത്തിനെ കുറിച്ചോ ഇല്ലെങ്കിൽ അതിനകത്ത് വേറെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്ന കാര്യത്തിലോ നമുക്കിനി റീതിങ്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഹോം സെക്രട്ടറിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റിനാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഇവിടെ നിന്നുള്ള ലോക്കലി ആളുകളെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആവശ്യക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇനിയും അനുവദിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലായത്, ഇല്ലെങ്കിൽ മനസ്സിലാവുന്നു. ഇനി വേറെ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ സീറോ മൈഗ്രേഷൻ എന്നുള്ള പോളിസിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മൈഗ്രേഷൻ നടക്കില്ല. അതിപ്പോൾ സ്വാഭാവികം. പക്ഷേ ഇപ്പോൾ വരയ്ക്കും ഇത് പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. കാരണം ഒരുപാട് പേര് IT ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലൂടെ വന്ന് പഠിക്കുന്നുണ്ട്. പ്രോപ്പർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ്, പ്രോപ്പർ IT എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട്, ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജോലി കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈലുകളും നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ, ഇത് പോസിറ്റീവ് ന്യൂസ്, 2 പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗോ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസും ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുമായിട്ട് ഞാനും കൂടെയുണ്ട്. കാണാം. ബൈ.